ഞാൻ മുരളി, ഇതെല്ലാളും മുരളി നാട്ടുകാർ വിളിക്കും. എൻ്റെ കയ്യിലൊരു കച്ചവടം വന്നാൽ നമുക്ക് തടയാണ്ട് കച്ചവടം നടത്തില്ലാന്ന്. ചേട്ടൻ പറഞ്ഞ വിലക്കൊന്നും വണ്ടി എടുക്കാൻ പറ്റില്ല. അവിടെ മോനെ പുറത്തെ ലുക്ക് നോക്കിയിട്ട് നീ വണ്ടിന് വിലയിരുത്തല്ല. ഓരോ വണ്ടിക്ക് അതിൻ്റെ രാശിയുണ്ട്. ഈ വണ്ടി ഓടിച്ചപ്പോ അമേരിക്കയിലാ, അവിടെ ഏത് വലിയ വണ്ടി ഓടിച്ചോണ്ടിരിക്കണപ്പോ ചേട്ടാ നോക്കിയടാ, പെയിന്റും പോയി, പിന്നെ പൂച്ച മാന്തി സീറ്റും കയറി ഊര നനയില്ലേ മഴ പെയ്യുമ്പോ. ഞാൻ വേറെ വണ്ടി നോക്കി വെച്ചിട്ടുണ്ട്, വണ്ടി ഒന്നും എനിക്ക് വേണ്ട. അന്ന് നീ പൊക്കോ, അത് കുഴപ്പമില്ല. ഇതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച വേറെ ഒരുത്തന് ഞാൻ പറഞ്ഞ വണ്ടി എടുക്കാണ്ട് വേറെ വണ്ടി എടുത്തതാ. ഇന്ന് അവൻ്റെ സഞ്ജയനായിരുന്നു. മണത്തേക്ക് സാമ്പാറിന് വേണല്ലേ, ചിക്കന് വേണമല്ലോ. കുഴപ്പമില്ല. 7 ദിവസം കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പറയാം ചായക്ക് ഒരു ഓർഡർ ആയി എന്നുള്ളത്. അല്ല ചേട്ടാ, ഞാൻ എടുക്കാൻ വേണ്ടി കുഴപ്പമില്ല. ഫ്രണ്ടിലേക്ക് നിൽക്ക്, ഐശ്വര്യമായിട്ട് ചായ പിടിച്ചേ, നന്നായി വരൂ കേട്ടോ. എൻ്റെ കമ്മീഷൻ മറക്കണ്ട. ചേട്ടാ ഞാൻ പറഞ്ഞ പെണ്ണിനെ തന്നെ എനിക്ക് കെട്ടിച്ച, ഞാൻ അവളില്ല അതിനാ. അവളില്ലാണ്ട് എനിക്ക് വേറെ ആരും പറ്റൂല. നിന്റെ അച്ഛൻ പറഞ്ഞിട്ട് നാളെ ഒരു പെൺകുട്ടീനെ കാണാന്ന് ഞാൻ അവിടെ വാക്ക് പറഞ്ഞിട്ട് പോന്നേ. നിന്റെ ഈ മനസ്സിലെ ദുഷിച്ച ചിന്ത അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നാളെ ശുദ്ധ മനസ്സോട് കൂടിയിട്ട് അങ്ങോട്ട് പോവാം. അതൊന്നും എനിക്ക് പറ്റൂല. അത് വേണമെങ്കിൽ തന്തേരെ കൊണ്ട് കെട്ടിച്ചോ. ഏട്ടനും ബ്രോക്കർ കാശ് കിട്ടാത്തോണ്ടല്ലേ, വേണമെങ്കിൽ ഞാൻ തരാം. എന്ത് തരും? എന്തെങ്കിലൊക്കെ തന്നാ പോരെ, ജോലിയും കൂലി ഇല്ലാത്തവനെ. നീ പറഞ്ഞ പെൺകുട്ടിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. ലോകത്തഴ തള്ളാണെങ്കിൽ അതിനും മോശം. നീ അങ്ങനെ അവളെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വല്ലോന്റെ ട്രോഫി നിന്റെ ഷെൽഫിലിരിക്കും. അവളെനിക്ക് 5 കൊല്ലമായിട്ട് അറിയാം. എന്റെ പരിമളം അവൾ ആരെയും ചതിക്കില്ല. പുഷ്പം 5 കൊല്ലമായിട്ട് നിന്നെ അറിയിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ അവളെ അറിയിച്ചിട്ടുള്ളൂ. പിന്നെ നീ അന്വേഷിക്കുന്ന പോലല്ല ഞാൻ ഇറങ്ങി അന്വേഷിക്കുമ്പോൾ. മനസ്സിലായ? നിന്റെ പരിമളത്തെ മണക്കാത്തവരെ ആ പഞ്ചായത്തിൽ ആരും ഇല്ല. അതെ, അച്ഛൻ പറഞ്ഞ കൊച്ചെങ്ങനെയാ? നല്ല കുട്ടിയാ. വളരെയധികം നല്ല കുട്ടിയാ. 2 അബോർഷൻ കഴിഞ്ഞിട്ടുള്ളൂ. നിനക്ക് ഞാൻ കാട്ടിയിരുന്ന സ്ഥലം എന്താ ഇഷ്ടം? മുരളിയേട്ടൻ പറഞ്ഞ സ്ഥലത്തിന് ഒരു ഷേപ്പ് ഇല്ല. ഈ വെളുത്തിയെണ്ണ കൂട്ടിയിട്ട് പുൾസൈഡ് അടിച്ച പോലെ. എന്റെ പ്ലാനിങ്ങിലുള്ള വീട് ഒക്കെ അവിടെ പറ്റില്ല. എനിക്ക് നല്ല സ്ക്വയർ പ്ലോട്ട് തന്നെ വേണം, അലുവത്തുണ്ട് പോലത്തെ. ഈ സ്ഥലം എങ്ങനെയുണ്ട്? ഇത് അമ്പലത്തിന്റെ ഓപ്പോസിറ്റിലടാ. ഫ്രണ്ടില് വീട് വെച്ച് നടലത്തോടെ തയ്യാറാഴ്ച പോലെ. അപ്പൊ ഇത് ഈ പീസ് ഈ കണ്ടു നോക്കിയാ അടാ, അത് പണ്ടത്തെ ചുടലപ്പുറമ്പാടാ. അവിടൊക്കെ കിണർ കുത്തി കഴിഞ്ഞ് തലയോട്ട് കിട്ടും. മുണ്ട് കാലത്ത് 3.5 സെന്റ് ആയാലും അത് വേണ്ടാ. അവിടെ കിണർ കുത്തി കഴിഞ്ഞാല് വെള്ളം കിട്ടില്ല, നിറച്ച് പാറന്ന് കിടക്കണേ. ഈ അടുത്ത് അവിടെ വെള്ളം കിട്ടിയെന്നാലേ പറഞ്ഞ. മഴക്കാലത്ത് വെള്ളം വന്ന് വീട് അതിൻ്റെ ഉള്ളിൽ, അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം കിട്ടില്ലേ. കുത്തി ചെന്ന് കിട്ടിക്കണത് ആകെ പെട്രോൾ എന്നാ ഞാൻ കേട്ടേക്കണേ. കക്കൂസ് പോയിട്ട് ബീഡി വലിച്ചിട്ട് വെള്ളത്തിന് പകരം പെട്രോളാവും. അടിക്കാടടക്കം കത്തി കൂട്ടാ. നോക്കിക്കോളോ. എന്നാ ഞാൻ ഒരു സ്ഥലം കൂടി പറയാം, അതും കൂടി ഒന്ന് നോക്കി നോക്കിയേ. സ്ഥലം കാണിക്കാനുള്ള ഞാൻ അതല്ല, ഞാൻ നിന്നെ കൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങൾ കാണിക്കണേ. നമുക്ക് ആ കൈമൾ മേഷന്റെ ഒരു 4 സെന്റ് അതും കൂടി നോക്കാം. ഇതെന്തുട്ട ഇത്? ഒരു കൊലിക്കണ വഴി. ഈ സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ നിനക്ക് പെട്രോൾ കാശിലാവാട്ടാ. ബൈക്ക് കൊടുത്തിട്ട് നിനക്ക് ഒരു വഞ്ചി മേടിച്ചാൽ മതി. കഴിഞ്ഞ പ്രളയത്തിന് കുരുത്തോലിക്കൊപ്പായിരുന്നു ഇവിടെ വെള്ളം. പിള്ളേരൊക്കെ വഞ്ചിയിൽ നിന്നിട്ട് കൈ കൊണ്ട് തിരിച്ചിട്ട് നാളെ താൻ പറഞ്ഞ സ്ഥലം തന്നെ മതി, മറ്റേ ടോക്കൺ കൊടുത്ത.